എന്നെ പോലെ ഇവരും പേടിക്കാരാ. നമ്മൾ എവിടം വരെ പോകും? നമ്മൾ പോകുന്ന ആ ആൾക്കാരിക്കുന്നുണ്ടോ അവിടെ? ആൾക്കാരുണ്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ പറയുന്നത് അങ്ങേക്കുന്നേ അത് രാമക്കല്ലാണ്. ഇവിടുന്ന് നമ്മൾ 1 കിലോമീറ്റർ നടന്നു കയറണം അവിടെ. ആണോ? അതിന്റെ ഫുൾ വ്യൂ കാണാൻ നമ്മൾ പോകുന്നത്. ആണോ? അവിടെ 1 കിലോമീറ്റർ നടക്കണം അല്ലേ? ഇവിടെ 1 കിലോമീറ്റർ നടന്നു കയറണം. തിരിച്ച് നമ്മൾ കൊണ്ടുവരില്ല. തിരിച്ച് നമ്മൾ ഇപ്പം എടുത്തെടുത്ത നിങ്ങൾ സ്റ്റാച്ചു ഉണ്ടാവും. വന്നാൽ മറ്റേ രീതിയിലോട്ട് ഇടും. പതുക്കെ പോയാൽ മതി. അവിടെ ഭയങ്കര ക്യൂ ആണ്. ആ ക്യൂ നമ്മൾ അത്ര ഇത് അങ്ങോട്ട് വരുന്നത് അത്ര 10 രൂപ വേറെ 10-30 വേറെ പിന്നെ കുറേ നമ്മൾ വയ്ക്കേണ്ടി വരും. അതേപോലെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനിടയ്ക്ക് അത്രയോ ആൾക്കാർ നിൽക്കുന്നു. അവിടെ നമുക്ക് സിമ്പിൾ അറിഞ്ഞില്ല. നമ്മൾ എത്തിയില്ല. അവിടെ ഒരു മല കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും മനസ്സാണ് ഈ പാട്ട് കേട്ടാ. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയാണ്. ഈ റോഡ് ആയിരിക്കത്തില്ല, ഓഫ് റോഡ് ആയിരിക്കും. ഓഫ് റോഡ് അല്ലേ? ഓഫ് റോഡ് ഇല്ലേ? ഓഫ് റോഡ് ഉണ്ടല്ലേ? വരുമ്പോഴായിരിക്കും ഓടി അങ്ങനെ ആയി കിടക്കുന്ന വണ്ടിയാ. തെളിഞ്ഞ വണ്ടിയാ. പിടിച്ചിരുന്നാണ്. ഓഫ് റോഡാണ്.
വന്ന് ഇങ്ങനെ വരുമ്പോൾ ബ്ലോക്കായി. ബ്ലോക്ക് ആവും അതാ. ആ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് എടുക്കും. ഈ പുറമണ്ടി കയറി വന്നുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയല്ല, അവരുടെ ഒരു എടുത്ത് ചവിട്ട് വെച്ച് വയ്ക്കും. ഇവരും നമ്മളുള്ളത് ഓട്ടോമാരായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കയറ്റി വിടുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കയറി പോയി കൊള്ളാം. കാരണം നമ്മൾക്ക് ഡ്രൈവിംഗ് അറിയാത്തോണ്ടായി ഇതൊക്കെ പേടി തോന്നുന്നത്. ഡ്രൈവിംഗ് തീരെ വലിയതായിട്ട് അറിയില്ല. അങ്ങനല്ല, അറിയാമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടി വരുന്നത്. അപ്പോൾ നമുക്കൊരു കണക്ക് കൂടെ നമ്മൾ ആ കണക്ക് കൂടി ചവിട്ട് വന്നാൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നൊരു അവർ എപ്പോഴും പ്ലാറ്റ്ഫോമിൽ ചവിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ കയറിയാൽ വേറെ ഓടിക്കുമ്പോൾ ഞാൻ ചവിട്ടും. നമ്മുടെ കണക്കുള്ളിൽ ചവിട്ടേണ്ട സമയമായി, അല്ലെങ്കിൽ ഗിയർ മാറേണ്ട സമയമായിട്ട് നമ്മൾ വേറെ ആൾ മാറിയിരിക്കുമ്പോൾ നമുക്ക് മാറിയില്ലോ, ആ ഒരു ടെൻഷൻ വരുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഒന്നും പേടിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ള ഈ പേടി വരും. പിടിച്ചിരുന്നോണേ, ജയലക്ഷ്മി ചേട്ടനെ പിടിച്ചോണേ. രാമക്കൽമേട് രാമന്റെ കാൽപാദം പതിഞ്ഞെന്ന് പറഞ്ഞ് കാണാതെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ പറയല്ലേ? മാസ്ക് ഉണ്ടോ അതെങ്കിൽ? മാസ്ക് ഉണ്ടോ? മാസ്ക് ഉണ്ടോ? ആ ഷാളെങ്കിലും എടുത്ത് മറച്ചോളൂ മുഖം. ഭയങ്കര പിടിയാണ്. അതേപോലെ അവർക്ക് എക്സ്പീരിയൻസ് അവർ നമ്മൾ പേടിക്കണ്ട. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ
നമ്മളങ്ങനെ ആമപ്പാറയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പേടിക്കണ്ട ആരും പേടിക്കണ്ട. നമ്മൾ അതാ